നമസ്കാരം. ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ അഭയം തേടുന്നവരെ ഉപയോഗശൂന്യമായ കെയർ ഹോമുകളിലും വിദ്യാർത്ഥി ഇടങ്ങളിലും പാർപ്പിക്കാൻ പദ്ധതിയുമായി ഹോം ഓഫീസ്. 800 പുതിയ താമസ സ്ഥലങ്ങൾ കണ്ടെത്തുന്നതിനും നിലവിൽ ഇവർക്കായി സർക്കാർ ചിലവിടുന്ന പ്രതിദിനം £8 മില്യൺ എന്ന തുക വെട്ടിക്കുറയ്ക്കുന്നതിനുമുള്ള പദ്ധതി ഹോം ഓഫീസ് തയ്യാറാക്കും. യുകെയിൽ ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കളിൽ 48ഓളം കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടെത്തി. യുകെ ഉപയോഗത്തിനായി അംഗീകരിക്കാത്തവയാണ് കീടനാശിനികൾ. പെസ്റ്റിസൈഡ് ആക്ഷൻ നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിലാണ് സർക്കാർ ഏജൻസികൾ പരിശോധന നടത്തിയത്. ഇവയിൽ ഹാനികരമായേക്കാവുന്ന ഇമ്മിഡാക്ലോപ്രിഡ് മുതൽ മാരകമായതും ക്യാൻസറിനു കാരണമായേക്കാവുന്നതുമായവ വരെ ഉൾപ്പെടുന്നുവെന്നാണ് കണ്ടെത്തൽ. സിറിയയിൽ അസദ് ഭരണം വീണതോടെ സിറിയയിൽ നിന്നെത്തിയ അഭയാർത്ഥികളെ എത്രയും പെട്ടെന്ന് തിരികെ അയക്കണമെന്ന് ലണ്ടൻ ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറി റോബർട്ട് ജെൻഡിക് ആവശ്യപ്പെട്ടു. ബ്രിട്ടനിൽ അഭയം തേടിയെത്തിയവരിൽ മിക്കവരും അനധികൃതമായി ചെറുയാനങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്നെത്തിയവരാണ്. സിറിയക്കാരെ മടക്കി അയക്കുന്നത് ഉടൻ ആരംഭിക്കണം എന്നാണ് മുൻ ഇമിഗ്രേഷൻ മന്ത്രി കൂടിയായ ജെൻഡിക് ആവശ്യപ്പെടുന്നത്. സിറിയയിൽ രാഷ്ട്രീയ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ ഇക്കാര്യം ഫലപ്രദമായി മുതലെടുക്കാൻ തയ്യാറെടുക്കുകയാണ് തുർക്കിയും ഇസ്രയേലും ഇറാനും അമേരിക്കയും. പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ തുരുത്തിയ സിറിയൻ വിമതസേനയ്ക്കും ജനങ്ങൾക്കും അഭിനന്ദനവുമായി ഹമാസ്. വിമതസേന ദമാസ്കസ് പിടിച്ചടക്കിയതിന് ശേഷം ഇതാദ്യമായാണ് ഹമാസ് വിഷയത്തിൽ പ്രതികരിക്കുന്നത്. സിറിയയിലെ ജനങ്ങളെ തങ്ങൾ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ ഏകപക്ഷീയമായി പെരുമാറുന്നുവെന്നാരോപിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിനെ നീക്കാൻ ഇന്ത്യൻ സഖ്യത്തിന്റെ രാഷ്ട്രീയ നീക്കം. സഖ്യത്തിനുള്ളിൽ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് നിർണായകമായ ഈ നീക്കം. മഹാരാഷ്ട്രയിൽ അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം നടന്നെന്ന് ആരോപിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യൻ സഖ്യം. ഡൽഹിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആണ് പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം. മുതിർന്ന രാഷ്ട്രീയ നേതാവ് ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് നേതാവും പ്രമുഖ അഭിഭാഷകൻ അഭിഷേക് സിംഗ്വിയും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.